ഗാസയിൽ എന്ത് സംഭവിക്കും? ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന ഉടമ്പടി അംഗീകരിക്കപ്പെടുമോ? ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? വെടിനിർത്തൽ ഉണ്ടാകുമോ? തുടങ്ങിയ കാര്യങ്ങൾ ലോകം ഉറ്റുനോക്കുമ്പോഴാണ് ഇന്നലെ വലിയ പ്രകോപനം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഗാസ സിറ്റി വളയുകയും നെഡ്സാരി ഇടനാഴി പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് സമാനതകളില്ലാത്ത അക്രമവും അഴിച്ചുവിട്ടുകൊണ്ടാണ് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം അവിടെ ആക്രമണം ശക്തമാക്കിയത്. വലിയ രീതിയിലുള്ള ആശങ്ക ഉയർത്തുന്നതായിരുന്നു. സമാധാന ഉടമ്പടി നിലവിൽ വരുമോ എന്നതുൾപ്പെടെയുള്ള ആശങ്കകൾ അത് ഉണർത്തി. ഏതാണ്ട് 73 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഗസയിൽ നിന്നും പുറത്തു വരുന്നത്. അത് റെഫ്യൂജി ക്യാമ്പുകൾക്ക് നേരെ ഉൾപ്പെടെ നടന്ന ആക്രമണമാണ്. ഒരു റെഫ്യൂജി ക്യാമ്പായി പ്രവർത്തിക്കുന്ന സ്കൂൾ കേന്ദ്രീകരിച്ചൊക്കെ നടന്ന ആക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് വരുന്നത്. എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നതായിരുന്നു ഇസ്രയേൽ ഇന്നലെ ഈ ആക്രമണം കടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന നടപടി. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞത് അവിടെ അവശേഷിക്കുന്നവർക്ക് ഒഴിഞ്ഞു പോകാനുള്ള അവസാന അവസരമാണ് ഇത്. ഇനി അവിടെ ആരെങ്കിലും തുടർന്നാൽ അവരെ ഒന്നുകിൽ ഭീകരരായോ അല്ലെങ്കിൽ ഭീകരരെ അനുകൂലിക്കുന്നവരായോ കണക്കാക്കും എന്ന ഭീഷണിയാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ സമാധാന ഉടമ്പടി വരാൻ അല്ലെങ്കിൽ അതിൽ അന്തിമ തീരുമാനം എന്താണ് എന്നത് ഹമാസ് അറിയിക്കാൻ ഇരിക്കുന്ന ആ ഘട്ടത്തിലും ആക്രമണം ശക്തമാക്കുകയായിരുന്നു. അത് ട്രംപിന്റെ കൂടി അറിവോടെയാണ് എന്നത് വ്യക്തമാണ്. കാരണം ഒരു വെടിനിർത്തൽ ഇല്ലാതെയാണ് സമാധാന ഉടമ്പടി മുന്നിലേക്ക് വെക്കുന്നത്. അതിന് 72 മണിക്കൂർ സമയമാണ് ഹമാസിന് ട്രംപ് അനുവദിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ തീരുമാനം പറയണം അല്ലെങ്കിൽ തങ്ങൾ പണി തീർക്കും എന്ന സന്ദേശം ഇസ്രയേലിനൊപ്പം അമേരിക്ക കൂടി ചേർന്നുകൊണ്ട് എന്താണോ ഗാസയിൽ അവർ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന പ്ലാൻ അത് പൂർത്തിയാക്കും എന്ന സന്ദേശമാണ് ട്രംപ് നൽകിയിരുന്നത്. അതിൻ്റെ ആദ്യപടി അല്ലെങ്കിൽ ആ 72 മണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ ട്രംപ് ഈ ഗാസയെ ഇല്ലാതാക്കാനുള്ള നടപടികൾ അതാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് വരുത്തുന്ന തരത്തിലുള്ള സൈനിക ഇടപെടലുകളാണ് അവിടെ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്തായാലും അന്ത്യശാസന സമയം അവസാനിക്കാൻ ഇനിയും മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോൾ ഹമാസ് ഒരുപക്ഷേ ഈ സമാധാന ഉടമ്പടി അത് ഉപാധികളോടെ അംഗീകരിച്ചേക്കും എന്ന ചില വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹമാസിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗസയുടെ സമാധാനത്തിനായി ആയുധം അടിയറ വെച്ചുകൊണ്ട് ഈ ഉടമ്പടി അംഗീകരിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു വിഭാഗം ഹമാസിനുള്ളിൽ ഉണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഒരു തീവ്ര വിഭാഗം ഒരു തരത്തിലും അത്തരം നീക്കങ്ങൾക്ക് കീഴടങ്ങാൻ പാടില്ല, അത് തങ്ങളുടെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുന്നതാകും, അത് ഒരു തരത്തിലും ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ പാടില്ല എന്ന നിലപാടെടുക്കുമ്പോൾ മറ്റൊരു വിഭാഗം ചില ഉപാധികളോടുകൂടി ഇതിൽ അംഗീകരിക്കുക എന്ന ഒരു സാധ്യത കൂടി ചർച്ച ചെയ്യുകയാണ്. എന്തായാലും അറബ് രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ ഈ വിഷയത്തിൽ ഹമാസ് ആശയവിനിമയം നടത്തുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈജിപ്തുമായും ടർക്കിയുമായും ഒപ്പം തന്നെ ഖത്തറുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒഫീഷ്യൽസുമായൊക്കെ ഹമാസ് ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ട്. അറബ് രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദം ഈ ഉടമ്പടിയിൽ ഒപ്പിടുന്നതിന് ഹമാസിന് മുകളിൽ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല ഖത്തർ ഇപ്പോഴും അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഖത്തർ പ്രധാനമന്ത്രി ഈ ഉടമ്പടി അംഗീകരിച്ചുകൊണ്ട് അവിടെ സമാധാനം തിരിച്ചു വരണം എന്ന ആഗ്രഹം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് പ്രകടിപ്പിച്ചിരുന്നതാണ്. ഇപ്പോഴും അദ്ദേഹം അതേ നിലപാടിൽ തുടരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. 20 നിർദ്ദേശങ്ങളാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നത്. അതിൽ ഭേദഗതികളോടെ അത് അംഗീകരിക്കുക എന്ന ഒരു സാധ്യത ഇപ്പോൾ മുന്നിൽ വരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. സൈന്യത്തിന്റെ പിൻവാങ്ങൽ, ഹമാസിന്റെ നിരായുധീകരണവും സുരക്ഷയും, ഗാസയുടെ പുനർനിർമ്മാണം ഇതടക്കമുള്ള കാര്യങ്ങളിൽ ചില ഉപാധികൾ ഹമാസ് മുന്നോട്ട് വെക്കുകയും ആ ഭേദഗതികളോടുകൂടി ഈ സമാധാന ഉടമ്പടി അംഗീകരിക്കുകയാണെങ്കിൽ പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന തരത്തിലുള്ള സൂചനകൾ, അതിനുള്ള സാധ്യതകൾ അറബ് രാഷ്ട്രങ്ങളുടെ കൂടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്ന വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഇസ്രയേലിൻ്റെയും ഒപ്പം തന്നെ ട്രംപിൻ്റെയും നീക്കം അനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭേദഗതി ഇതിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഇസ്രയേൽ അതിന് വിധേയപ്പെടില്ല എന്ന ഒരു സാധ്യത തന്നെയാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. ഈ ദിവസങ്ങളിൽ പോലും, ഈ 72 മണിക്കൂർ അന്ത്യശാസനം നൽകുന്ന ദിവസങ്ങളിൽ പോലും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രകോപനം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രകോപനം എന്ന് പറയുന്നത് ഈ ഗാസ സിറ്റിയിൽ ആക്രമണം കടുപ്പിക്കുന്നതിനൊപ്പം തന്നെ ജനങ്ങൾ അവിടെ നിന്ന് ഉടൻ വിട്ടുപോകണം എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഒപ്പം തന്നെ ഗാസയിലേക്ക് സഹായവുമായി എത്തിയ കപ്പലുകൾ ഇസ്രയേൽ നാവികസേന
തടഞ്ഞു വെക്കുന്നു എന്ന ഗുരുതരമായ ഒരു സാഹചര്യം കൂടി ഉടലെടുത്തിരിക്കുന്നു. സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രെറ്റ തെൻബർഗ് ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുക്കുക കൂടി ചെയ്തിരിക്കുന്നു. 37 രാജ്യങ്ങളിൽ നിന്നുള്ള 201 പേരാണ് മെഡിറ്ററേനിയൻ കടലിലൂടെ ഗസയിലേക്ക് നീങ്ങിയിരുന്നത്. ഇവരെയാണ് തടഞ്ഞിരിക്കുന്നത്. ഇത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ്. കാരണം ഗസയിൽ സമാധാനം വേണം, അവിടുത്തെ ജനങ്ങൾക്ക് അവിടെ തുടരാനാകണം, അവർക്ക് ഈ ജീവൻ നഷ്ടപ്പെടുന്ന അവിടുത്തെ വംശഹത്യ എന്ന നിലയിലുള്ള ഈ ആക്രമണം അവസാനിപ്പിക്കണം. അതിനാണ് ലോകരാഷ്ട്രങ്ങൾ മുൻകൈയെടുക്കുന്നത്. അതിനുവേണ്ടിയുള്ള സമാധാന ഉടമ്പടി വരികയും അതിന് അനുവദിച്ചിരിക്കുന്ന സമയം പൂർണ്ണമാകുന്നതിന് മുൻപ് തന്നെ വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടാവുകയും അവിടേക്ക് സഹായവുമായി എത്തിയ കപ്പൽ തടയുകയാണ് എന്നത് കൂടി വന്നാൽ അത് വലിയ പ്രകോപനമാണ് ഇസ്രായേൽ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാഷ്ട്രങ്ങളൊക്കെ ഇതിനെതിരെ രംഗത്ത് വരുന്ന വലിയ വിമർശനം ഇസ്രായേലിനെതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അത്രമാത്രം വലിയ പ്രകോപനമാണ് ഈ ഗ്രെറ്റ തെൻബർഗ് ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ച ഈ സഹായവുമായി എത്തിയ കപ്പൽ തടഞ്ഞ് അവരെ കസ്റ്റഡിയിലെടുത്ത ഇസ്രായേലിന്റെ നടപടി സൃഷ്ടിച്ചിരിക്കുന്നത്. വ്യാപക പ്രതിഷേധമുയർന്നു. അതിന്റെ ചില ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. Through the established channels. Please change hands. If you wish to deliver aid to Gaza, you may do so through the established channels. Please change hands. ഗ്രെറ്റ തെൻബർഗ് ഉൾപ്പെടെ 201 പേർ സഞ്ചരിച്ച ഗസയിലേക്കുള്ള സഹായവുമായുള്ള കപ്പൽ തടഞ്ഞ ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ അതിനെതിരെ യൂറോപ്പിലും മറ്റും ഉയരുന്ന വ്യാപക പ്രതിഷേധവുമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവിടുത്തെ ജനങ്ങളെ ഇപ്പോഴും ബന്ദികളാക്കിയിരിക്കുന്നു. അവർക്ക് ഭക്ഷണം കിട്ടാതെ അവിടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പിടഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം അന്താരാഷ്ട്ര സമൂഹം എത്ര ഗൗരവത്തോടെയാണ് കണ്ടത് എന്ന് നമ്മൾ അറിയണം. ഒരു സമാധാനത്തിലേക്ക് എന്ന് കാര്യങ്ങൾ എത്തിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉടമ്പടിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന ഘട്ടത്തിൽ പോലും ആ സഹായം പോലും നിഷേധിക്കുന്ന മനുഷ്യത്വരഹിതമായ നടപടിയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതാണ് വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുന്നത്. ഒരു സമാധാനം എന്നത് ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും ആഗ്രഹിക്കുന്നില്ല എന്നത് വേണം ഈ നടപടികളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ. അന്ത്യശാസന സമയത്ത് പോലും ഗസയിൽ ഉൾപ്പെടെ സിറ്റി വളഞ്ഞുകൊണ്ട് നടത്തുന്ന ആക്രമണങ്ങൾ അവിടുത്തെ ജനങ്ങളെ ഭീകരരായി ഇനി കണക്കാക്കും, അവിടെ നിന്ന് പോയില്ലെങ്കിൽ എന്ന് പറഞ്ഞ് നടത്തുന്ന ഭീഷണി എല്ലാം വ്യാപകമായി ഈ യുദ്ധം നീട്ടാനും അത് ഗാസ മുഴുവനായും പിടിച്ചടക്കാനുമുള്ള ഇസ്രായേലിന്റെ തന്ത്രപ്പാടായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അവർ സമാധാനം ആഗ്രഹിക്കുന്നില്ല. ഈ ശ്രമങ്ങളിലൂടെയും അവർ ആക്രമണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹായം പോലും നൽകാതെ, മനുഷ്യർക്ക് ഭക്ഷണം പോലും എത്തിക്കാൻ അനുവദിക്കാതെയുള്ള മനുഷ്യത്വരഹിതമായ ഇടപെടലുകളാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഈ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോലും അറബ് രാഷ്ട്രങ്ങൾ സംയമനം പാലിക്കുകയാണ്. ഏത് വിധേനയും അവിടെ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള സമ്മർദ്ദം അറബ് മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും തുടരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും ഇനിയുള്ള പദ്ധതികൾ എന്താണ് എന്നറിയാം.